ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പോലെ തന്നെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലും പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഇട്ടതിനകത്ത് കുറേ പേര് പറഞ്ഞായിരുന്നു സൂര്യമുഖം അത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഫോട്ടോ ഞാനിപ്പോൾ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ സൂര്യമുഖം എന്ന് പറയുന്നത് ഏതാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയുടെ കുറച്ച് കാര്യങ്ങളാണ്, നമ്മൾ വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അടുക്കളയിലെ കാര്യങ്ങളാണ് ഇന്ന് കുറേ പറയുന്നത്. ശരിക്കും നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ വെറുതെ മട്ടി വിടുന്ന പല കാര്യങ്ങളും അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും. നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങൾക്കും പല ദോഷങ്ങൾക്കും പല നല്ല കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്നതായിരിക്കും ചിലപ്പോൾ ഓരോന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാകുന്നത്. അപ്പം നമ്മുടെ അടുക്കള എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കാണാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. കാണാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുക്കളയിലെ കാര്യങ്ങളിലേക്ക് എടുക്കാം. അപ്പോൾ അടുക്കളയിൽ നമ്മൾ കയറി ചെല്ലുന്നത് നമുക്ക് രാവിലെ കാണാൻ പാടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ പിച്ചാത്തി, നമ്മൾ കത്തിയൊക്കെ ഉപയോഗിച്ച് ചിലപ്പോൾ വൈറ്റ് എണ്ണയിലൊക്കെ ഒന്ന് എടുത്ത് വെച്ചായിരിക്കും അത് അവിടെ വെച്ചേക്കും. നമ്മൾ അടുക്കളയിലോട്ട് ചെന്ന് കയറുമ്പോൾ ആദ്യം കാണുന്നതായിരിക്കും. അത് നമുക്ക് ഒരു നല്ല കണിയല്ല അത് നമുക്ക് അന്നത്തെ ഒരു ദിവസത്തേക്ക് മോശമായിട്ടുള്ളൊരു കണിയാണ്. പിന്നെ നമ്മൾ കാണുന്നത് തലേദിവസത്തെ പാത്രങ്ങളൊക്കെ കഴിച്ചേച്ച് നമ്മൾ ആ എച്ചിലോട് കൂടി അവിടെ ഇടത്തില്ലേ, അങ്ങനെ ഇടുന്നത്, ആ പാത്രങ്ങൾ കാണുന്നതും നമുക്ക് ഒരു മോശം ഇതാണ്. അന്നത്തെ ആ ഒരു വീട്ടമ്മയുടെ അന്ന് നമ്മൾ അടുക്കളയിട്ട് വീട്ടമ്മയല്ല ആരും അടുക്കളയിട്ട് ആദ്യം കയറി അതൊക്കെ കാണുന്നു, അവർക്കെല്ലാം അത് ദോഷമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വേസ്റ്റ് ബക്കറ്റ്, അടച്ചു വെക്കാത്ത വേസ്റ്റ് ബക്കറ്റ് ഇല്ലേ, അത് കാണുന്നത് ഭയങ്കര ഒരു നെഗറ്റീവാണ് നമുക്കതൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ തന്നെ അടുക്കളയിലോട്ട് കയറുമ്പോഴത്തേക്ക് തലേ ദിവസമേ അതെല്ലാം ഒന്ന് സെറ്റാക്കി മാറ്റി വെച്ചേക്കണം. നമ്മൾ അടുക്കളയിലോട്ട് കയറുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമുക്ക് നല്ല കണിയായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഗ്യാസ് അടുപ്പയിലാണേലും അടുപ്പയിലാണേലും നമ്മൾ ഒരു പാത്രം നിറച്ച് വെള്ളം എടുത്ത് വെക്കുന്നത്. ചിലരൊക്കെ വൈകിട്ട് വെള്ളം തിളപ്പിച്ചിടാറുണ്ട് പിറ്റേ ദിവസത്തേക്ക് തണുത്തിരിക്കാനായിട്ട്. അങ്ങനെയുള്ള അത് കാണുന്നത് നല്ല ഐശ്വര്യമാണ് നമുക്ക്. അത് നല്ല അങ്ങനെ ചെയ്യുന്നവർക്കെല്ലാം ആ ഒരു കണി എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഐശ്വര്യം തന്നെയാണ്. അടുപ്പിൽ നമ്മൾ ആ വെള്ളം ആ പാത്രത്തിൽ നിറച്ചും വെള്ളം ഇങ്ങനെ ഇരിക്കുന്ന കാണുന്നത് നമുക്ക് നല്ലൊരു ഐശ്വര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മുടെ അടുക്കള കയറുമ്പം കാണാൻ പാടില്ലാത്തതും കാണാൻ പറ്റുന്നതുമായുള്ള കാര്യമാണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത കാര്യം എന്നാന്ന് നോക്കാം. പിന്നെയുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ അടുക്കളയിൽ ചിലരൊക്കെ, ഞാൻ വെച്ചിട്ടില്ല കേട്ടോ, ചിലരൊക്കെ കണ്ണാടി വെക്കാറുണ്ട്. നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടി. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ അടുക്കളയിൽ വെക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ആ കണ്ണാടി വെച്ചേക്കുന്നത് നമ്മുടെ അടുപ്പുമായിട്ട്, ഈ അടുപ്പ് നമ്മൾ കണ്ണാടി നോക്കുമ്പം ഈ അടുപ്പ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ദോഷമാണ്. അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കണ്ണാടി നിങ്ങൾ അവിടുന്ന് മാറ്റി എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ച്, അടുക്കളയിൽ കണ്ണാടി വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ അടുപ്പ് ഈ കണ്ണാടിയിലൂടെ കാണാത്ത രീതിയിൽ നിങ്ങൾക്ക് വെച്ച് മുഖം നോക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിന് ദോഷമില്ല കേട്ടോ. അടുപ്പ് കാണരുതെന്ന് മാത്രമേ ഉള്ളൂ. അടുപ്പ് കാണാത്ത രീതിയിൽ കണ്ണാടി മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ, ചൂല് നമ്മുടെ അടുക്കളയിൽ വെക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് അത് ചൂല് വെച്ചാൽ മൂദേവി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ലക്ഷ്മി ദേവി വരത്തില്ല, മൂദേവിയാണ് വസിക്കുന്നതെന്നാണ് പറയുന്നത്. ചൂല് നമ്മൾ അടുക്കളയിൽ വെക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് കത്തിക്കുന്നത്, ഗ്യാസ് ആണെങ്കിലും അടുപ്പാണെങ്കിലും എന്നതാണേലും നമ്മൾ വടക്കോട്ട് നിന്ന് കത്തിക്കുക. വടക്കല്ല, തെക്കോട്ട് നിന്ന് കത്തിക്കാൻ പാടില്ല. വടക്ക് വശവും നല്ലതാണ്, കിഴക്ക് വശത്തോട്ട് നിന്ന് നമ്മൾ കത്തിക്കുക. ഒരു കാരണവശാലും ഈ തെക്ക് വശത്തോട്ട് നിന്ന് നമ്മൾ കത്തിക്കാനേ പാടില്ല. അത് പട്ടട എന്നൊക്കെയാണ് പറയുന്നത്. പട്ടട കത്തിക്കുക അങ്ങനെ ഒരു ഇതാണ് പറയുന്നത് ഹിന്ദു ആചാരപ്രകാരം. തെക്ക് വശത്തോട്ട് ക്രിസ്ത്യൻസ് പോലും എനിക്ക് തോന്നുന്നില്ല തെക്ക് വശത്തോട്ട് നിന്ന്, മറ്റ് മതസ്ഥർ പോലും അങ്ങനെ കത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തെക്കോട്ട് നിന്ന് അത് ഒരു വീട് വെക്കുമ്പോൾ വാസ്തുവിൻ്റെ ഇതനുസരിച്ച് തന്നെ നമുക്ക് ഒന്നെങ്കിൽ വടക്ക് വശത്ത് അല്ലെങ്കിൽ കിഴക്ക് വശത്ത് അങ്ങോട്ട് നമ്മൾ തിരിഞ്ഞു നിൽക്കണം. ആ വശത്തോട്ട് തിരിഞ്ഞു നിന്നാണ് നമ്മളത് കത്തിക്കുന്നതായിട്ട് ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ തന്നെ പൈപ്പ്, നമ്മുടെ വീട്ടിലെ പൈപ്പ് തെക്ക് വശത്ത് വരാൻ പാടില്ല. പൈപ്പും നമ്മുടെ വടക്ക് വശത്താണ് പൈപ്പ് വരുന്നത് ഏറ്റവും ഉത്തമം. അതെനിക്കൊന്ന് ഇപ്പോൾ ഉള്ള വീടുകളൊക്കെ വെക്കുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയാണ് മിക്കവരും ചെയ്യുന്നത്. പിന്നെ ഈ വാസ്തുവൊക്കെ നോക്കാതൊക്കെ ചെയ്യുന്നവർക്കേ ഉള്ളൂ അങ്ങനെ അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പൈപ്പൊക്കെ വേറെ സ്ഥലത്തേക്കൊക്കെ മാറിയിരിക്കുന്നതൊക്കെ.
അല്ലാത്ത എല്ലാ വീടുകളിലും ഇപ്പോൾ വെക്കുന്ന ഒരുപെട്ട എല്ലാവരും വാസ്തു നോക്കിയാണ്, എല്ലാ മതസ്ഥരും ഇപ്പോൾ വാസ്തു നോക്കിയാണ് വെക്കുന്നത്. അല്ലാതെ ആ സ്ഥലം പോയി മേടിക്കുന്ന, ഇപ്പോൾ സ്ഥലം മേടിച്ച് ഒരു വീട് വെക്കുന്നവരാണെങ്കിൽ പോലും സ്ഥലം മേടിക്കുന്നതിന് മുന്നേ ഒരാളെ കൊണ്ട് കാണിക്കും, ഒരു വാസ്തുവിനെ ആരെങ്കിലും കൊണ്ട് കാണിക്കും. അതുപോലെ അതിനെപ്പറ്റി അറിയാവുന്നവരെ കൊണ്ട് കാണിക്കും, ഇതിനകത്തൊരു പെര വെച്ചാൽ ദോഷമുണ്ടോ എന്ന് നോക്കും. ഇല്ലേ, ഇല്ലെന്ന് ആരും പറയണ്ട, എല്ലാവരും പറയും അങ്ങനല്ല ഇങ്ങനല്ല, ഞാൻ അങ്ങനെ പണിതു ഇങ്ങനെ പണിതു, എനിക്കൊരു ദോഷവും ഇല്ലെന്നൊക്കെ പറയും. വെറുതെയാണ്. രഹസ്യമായിട്ടാണെങ്കിൽ പോലും എല്ലാവരും, ഇപ്പം എനിക്കൊന്ന് ക്രിസ്ത്യൻസിൽ പോലും കല്യാണം നോക്കുമ്പം അതിൻ്റെ നാള് പോലും രഹസ്യമായിട്ട് നോക്കുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാവരും ഒന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, കുറേ പേരുണ്ട്. പക്ഷേ ഞങ്ങൾ നാളൊന്നും നോക്കാതെ കേട്ടോ കല്യാണം കഴിച്ചത്. എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ ഞങ്ങളുടെ നാളുകൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ലാത്തൊരു നാളുകളായിരുന്നു, പൊരുത്തങ്ങളുള്ള നാളായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗ്യം. അങ്ങനെ നോക്കി ചെയ്ത് വെച്ചും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരൊക്കെ ഉണ്ട്. അത് ഓരോരുത്തരുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും കേട്ടോ. ചിലരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നും പറഞ്ഞ് ജീവിതത്തിലേക്ക് ഉണ്ടാക്കുന്നവർക്ക് ഈ വക യാതൊരു കാര്യങ്ങൾ എന്നാ വീട്ടിൽ ചെയ്തിട്ടും കാര്യമില്ല. ഇനി നമുക്ക് അടുത്ത് എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പൈപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പൈപ്പ് നമ്മൾ അങ്ങോട്ട്, ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു, അലക്കുകല്ല്, തുണിയിടുന്നത്, വാട്ടർ ടാങ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വടക്ക് വശത്തേ വരുവുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിലെ പൈപ്പും വടക്ക് വശം, നമ്മൾ വടക്ക് വശത്തോട്ട് നമ്മുടെ തിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഇത് വേണം പൈപ്പ് വരാനായിട്ട്. അങ്ങനെ പൈപ്പ് വരാൻ പാടുള്ളൂ. തെക്ക് പടിഞ്ഞാറും മൂലയിലായിട്ടൊക്കെ പൈപ്പ് വെള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒന്ന് മാറ്റി പിടിപ്പിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. കാര്യം ആ വീട്ടിൽ ദുരിതം ഒഴിയത്തേയില്ല, എന്നും ദുരിതങ്ങളായിരിക്കും. ദുരിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും നമ്മൾ രക്ഷ പിടിക്കത്തില്ലായിരിക്കും. ഒന്നെങ്കിൽ അസുഖം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങളായിരിക്കും നമുക്ക് ആ ഒരു വീട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് മൊത്തത്തിലാണ് ആ വീടിനെ ബാധിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് പൈപ്പ് വരുന്നതിൻ്റെയാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ ഇനി നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ മിക്ക വീട്ടമ്മമാരും കാണിക്കുന്നൊരു, ഞാനും ചെയ്യുമായിരുന്നു കേട്ടോ അത്. മിക്ക വീട്ടമ്മ, നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്ന സമയത്താണ് ഈ പിള്ളേരുടെ മരുന്ന് കൊണ്ടുവരുന്നത്. നമ്മൾ കൊണ്ടുവെക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അടുക്കളയാണ്, ഇല്ലേ? പലരും വെക്കാറില്ല, ഇപ്പോഴും വെക്കുന്നവർ കാണും. നമ്മൾ അടുക്കളയിലായിരിക്കും മരുന്ന് വെക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലെന്നാണ്. നമുക്ക് രോഗം ഒഴിയത്തേയില്ല. അടുക്കളയിൽ കൊണ്ടുപോയി മരുന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും രോഗമായിരിക്കും വീട്ടിൽ. അത് ആർക്കെങ്കിലും ഒരാൾക്ക് മാറി മാറി നിൽക്കുക. കാര്യം നമ്മൾ ഈ അടുക്കള കൊണ്ട് വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഓർക്കാൻ വേണ്ടിയാണ്. അടുക്കളയിൽ നമ്മളെ ഷെൽഫിലോട്ട് അങ്ങ് വെച്ചേക്കും, മരുന്ന് കൊടുത്ത് വെച്ച് പിറ്റേ ദിവസം നമ്മളത്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇച്ചിരി അസുഖം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മളും വിട്ടുപോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ അടുക്കളയിൽ തന്നെ വെക്കുന്നത്. ആ മരുന്ന് എടുക്കാനായിട്ടുള്ള ഇതിന് സൗകര്യത്തിന് വേണ്ടി. ചിലപ്പോൾ അല്ലെ നമ്മൾ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുത്ത് വെച്ച് നമ്മൾ അടുക്കള ഇട്ടും. ഒരിക്കലും അടുക്കള വെക്കാൻ പാടില്ല. മരുന്ന് കുപ്പികൾ അങ്ങനെ അടുക്കള ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേര്, അത് ദോഷമാണ്. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അരി ഇടുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അരിപ്പെട്ടിയായിരുന്നു. ഇപ്പോൾ എല്ലാവരും വലിയ ബക്കറ്റും കാര്യങ്ങളും അതിനകത്തൊക്കെയാണ് അരി ഇട്ട് വെക്കുന്നത്. ഇല്ലെങ്കിൽ വലിയ ടിന്നുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്താണ് ഇട്ട് വെക്കുന്നത്. ഞാനും ഒരു വലിയ ബക്കറ്റിലാണ് അരി ഇട്ട് വെക്കുന്നത്. ഞാനും ഇങ്ങനെയായിരുന്നു വെച്ചിരുന്നത്. കാര്യം എൻ്റെ ഗ്യാസ് അടുപ്പ് അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഗ്യാസ് ഊറ്റി വെക്കുന്നൊരു കബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും വെക്കാനില്ലാത്തപ്പോൾ ഞാനോർത്ത് ഈ ബക്കറ്റ് അതിനകത്ത് കയറി ഇരുന്നോളൂല്ലോ എന്ന് പറഞ്ഞു. ഈ പറയുന്ന സത്യമാണ് കേട്ടോ. എനിക്കറിയത്തില്ല എന്നതാണ് കഷ്ടകാലം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനറിയാൻ മേല. പക്ഷേ നമുക്ക് ഒരു മുന്നേറ്റമില്ല, ഒരു ഉയർച്ചയില്ലാതെ നമ്മൾ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങുവാണ്. കിടന്ന് ഒരു ഇതിൽ നമ്മളിങ്ങനെ വന്ന് കറങ്ങി 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 ലാസ്റ്റ് നമ്മൾ തന്നെ ചിന്തിക്കും ഇനി എന്നാ ചെയ്താലും മുന്നോട്ടൊന്ന് പോകുന്നേ എന്നുള്ളൊരു സിറ്റുവേഷൻ വരും കേട്ടോ. ശരിക്കും ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഈ പാതകത്തിൻ്റെ താഴെ കൊണ്ടുപോയി അരി വെക്കുന്നത്. നമ്മൾ മേലിൽ കബോർഡിനകത്ത് വെക്കുന്നതിന് കുഴപ്പമില്ല. താഴെ ഈ നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ വെക്കത്തില്ലേ, അതിൻ്റെ താഴെ കൊണ്ടുപോയി നമ്മൾ കബോർഡ് ഉണ്ടല്ലോ അതിനകത്തോട്ട് കൊണ്ടുപോയി അരിപ്പാത്രം വെക്കുന്നത് നമുക്ക് ഭയങ്കര ദോഷമാണ്. നമുക്കിങ്ങനെ ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് മറ്റുള്ളവർ പറയുകയും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ശരിയാണല്ലോ, നമ്മൾ അങ്ങനെ ആയിരുന്നല്ലോ വെച്ചിരുന്നല്ലോ, നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അവിടുന്ന് പിന്നെ ഞാൻ സ്വയം എടുത്ത് മാറ്റി തന്നെ. എന്നതോ എനിക്ക് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് തന്നെ തോന്നി അതവിടെ വെക്കണ്ട എന്നോർത്തുകൊണ്ട് ഞാൻ അവിടുന്ന് മാറ്റി വേറൊരു കസാരയുടെ ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ അതവിടെ ഒതുക്കി ഭദ്രമാക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഈ അരിപ്പാത്രം വെക്കുന്നത് നമുക്ക് ഭയങ്കര ദോഷമുള്ളൊരു കാര്യമാണ്. അത് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. കബോർഡിനകത്ത് നിർത്ത് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മുറം, ഇല്ലേ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെഴുകി എടുക്കുന്ന സൈസ് മുറമൊക്കെ ആയിരുന്നു, പനമ്പിൻ്റെ സൈസുള്ള അങ്ങനത്തെ മുറങ്ങളായിരുന്നു. ഇപ്പം അതെല്ലാം മാറി പ്ലാസ്റ്റിക് മുറങ്ങളും ഒക്കെ. അപ്പോൾ ഈ പ്ലാസ്റ്റിക് മുറങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡൊക്കെ പൊട്ടും, ഒരു നടുക്കൂടെ ഒന്ന് കൈ വേണി ഫൈബറിൻ്റെ ഒക്കെ താഴെ വേണമെങ്കിൽ പെട്ടെന്ന് പൊട്ടുന്നൊക്കെ സൈസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മുറങ്ങളൊന്നും നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഇപ്പോഴും കിട്ടാനുണ്ട് പനമ്പിൻ്റെ സൈസ്, നമ്മൾ മെഴുകി എടുക്കുന്ന സൈസ്. അത് കുറേ കഴിയുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞു പോകും. അതിനവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിഴുത്തകൾ ഒക്കെ ചെയ്യും. അങ്ങനെയുള്ള മുറം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എടുത്ത് ദൂരെ കളഞ്ഞേക്കുക. അതും പെരക്കകത്ത് വെക്കൽ. കാര്യം മൂദേവിയെ വിളിച്ച് കയറ്റും എന്നാണ് പറയുന്നത്. അത് വീട്ടിൽ കയറിയാൽ നമുക്ക് ഒരു
ഈ മൂദേവി ഇരിക്കുന്ന വീട് അറിയാമല്ലോ, എപ്പോഴും അലമ്പും വഴക്കും മാത്രമേ കാണത്തുള്ളൂ. ആ വീട്ടിൽ സ്വസ്ഥത സമാധാനം എന്നാണെന്നറിയത്തില്ല. നമ്മൾ ചിലർ പറയത്തില്ലേ അലമ്പും വഴക്കൊക്കെ ഈ മൂദേവിയെ കൊണ്ട് മടുത്തു എന്നൊക്കെ പറയത്തില്ലേ. കാര്യം ഈ അലമ്പ് എപ്പോഴും ഉണ്ടാക്കുന്നവർ നമ്മളങ്ങ് പറയും. അതുപോലുള്ള പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നതിനെപ്പോഴും ഇത് എന്തൊരു മൂദേവിയാണ് എന്ന് പറയും. അതെന്ന് വെച്ചാൽ വീട്ടിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. നമുക്ക് വീട്ടിൽ സമാധാനം സ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ എന്നാ രസമുണ്ട് വീട്ടിൽ ജീവിക്കാനായിട്ട്. ചിലർ പറയത്തില്ല ഒന്നുമില്ലല്ലോ മനസ്സമാധാനം ഉണ്ടായാൽ മതി എന്ന് പറയും. മനസ്സമാധാനം കിട്ടാനായിട്ട് വീട്ടിൽ ഒരു ചെറിയ വഴക്കുണ്ടായാലും മതി, നമുക്ക് മനസ്സമാധാനക്കേട് വരും ഇല്ലേ. ഞാനീ പറയുന്നതൊന്നും ഒരു അന്ധവിശ്വാസമായിട്ട് ആരും എടുക്കേണ്ടത് നമ്മുടെ അനുഭവങ്ങളൊക്കെയാണ്. ഇതൊക്കെ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മൾ വളർന്നു വരുന്ന തലമുറ അതനുസരിച്ച് പുതിയ 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 കാര്യങ്ങളിലേക്ക് പോയി. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്, മറ്റാണ് മറിച്ചതൊക്കെ. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ എല്ലാവരും ചിന്തിക്കുന്നത്. അയ്യോ ഇത് അങ്ങനെ ആയിരുന്നല്ലോ, ഇങ്ങനെ ആയിരുന്നല്ലോ, അത് ശരിയായിരുന്നല്ലോ. ഇത് പണ്ടുള്ള കാരണവന്മാരൊക്കെ പറയുന്ന എല്ലാ കാര്യത്തിനും അതിന് ഓരോരോ കാര്യങ്ങളുണ്ട്. അത് അച്ചിട്ടാണ്, അത് ഉറപ്പുള്ള കാര്യമാണ്. അത് ആർക്കും മനസ്സിലാകത്തില്ല പറയുമ്പോഴത്തേക്ക്. പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ച്, പിന്നെ പഴയ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് എന്നാ വന്നാലും വക വെക്കുകയില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ കണ്ണു മുന്നിൽ പോലും ഒരു പ്രശ്നങ്ങളുണ്ടായാലും അവരത് അതുകൊണ്ടല്ല എന്ന് അവർ ന്യായീകരിച്ചെടുക്കത്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ളവർക്ക് എടുക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് കളയാൻ കേട്ടോ. ഞാൻ കാര്യം എന്ന് വെച്ചാൽ ആരെയും ഞാനിത് അടിച്ചേൽപ്പിക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളിടത്ത് നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കും ഓരോ കാര്യങ്ങൾ ഇത് എന്നെ അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നതൊക്കെ ചിന്തിക്കുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ചെയ്ത് വെക്കും. കുറച്ച് മാറ്റങ്ങളൊക്കെ കുറച്ച് മാറ്റങ്ങളല്ല, നല്ല മാറ്റങ്ങൾ വീട്ടിൽ വരും. അതുപോലെ തന്നെ ചൂലെടുക്കള ഇട്ടാലും ഞാൻ പറഞ്ഞില്ലേ കയ്യിൽ 10 പൈസ നിൽക്കത്തില്ല അടുക്കള ചൂല് വെച്ചാൽ. പൈസ വരുന്നുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ജോലി ചെയ്തെല്ലാം നമ്മുടെ പൈസ വരുന്നുണ്ട്. അതേത് വഴിക്ക് പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയ്ക്കകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അതൊന്ന് മാറ്റുക കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇതുപോലുള്ള അറിയാവുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന എവിടുന്നേലുമൊക്കെ മറ്റുള്ളവർ പറഞ്ഞൊക്കെയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ അറിയുന്നത്. അങ്ങനെയുള്ള കാര്യം കുറച്ചൊക്കെ നമ്മുടെ അനുഭവത്തിലൂടെ കൂടെ വരുമ്പോഴാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം എന്നെപ്പോലെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് മാറ്റം വന്നോട്ടെ എന്നോർത്താണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തിക്കോട്ടെ. ഒരാൾക്ക് നല്ലത് വരാനല്ലേ, അല്ലാതെ നമ്മൾ മോശം വരാനല്ലല്ലോ ഇതിലൂടെ പറയുന്നത്. നല്ല കാര്യങ്ങളല്ലേ പറയുന്നത്. നമ്മൾ വീട്ടിലെ നല്ല സാധനങ്ങൾ എടുത്ത് ദൂരെ കളയാനല്ല പറയുന്നത്. പൊട്ടിയതും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അതുപോലെ വീടിനകത്ത് ഗ്ലാസ് പൊട്ടിയത് വെക്കാതിരിക്കുക. അതൊരു ചെറിയ പൊട്ടലാണെങ്കിലും നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട പാത്രമെന്ന് പറഞ്ഞാലും നമ്മളത് പെരയ്ക്കകത്ത് വെക്കാതിരിക്കുക, അത് ദൂരെ കളയുക. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പെരയ്ക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതുപോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി തന്നെ കളയുക. അതൊക്കെ ഒരുപ്പെട്ടവർക്കൊക്കെ അറിയാവുന്നതെന്ന് തോന്നുന്നു. ഗ്ലാസ് പൊട്ടിയാൽ അതിപ്പോൾ ഒരു കണ്ണാടിയുടെ ആണെങ്കിലും പിന്നെ ഒരു കുപ്പി ഗ്ലാസ് ആണെങ്കിലും പൊട്ടിയാൽ ശകല സൈഡിലും വക്കയിലും ഒരു ഇച്ചിരി പൊട്ടിയിട്ടുണ്ടെങ്കിൽ പെരയ്ക്കകത്ത് വെക്കാതെ നമ്മളെടുത്ത് കളയും. അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പക്ഷേ ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയത്തില്ലാത്തതുണ്ടായിരുന്നു. അരി പാത്രമൊക്കെ അനുഭവം വന്നപ്പോഴാണ് പഠിച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ അടുപ്പിൽ തീ കത്തിക്കുന്നതൊക്കെ എനിക്ക് നേരത്തെ തൊട്ട് അറിയാമായിരുന്നു. വടക്ക് വശത്തോട്ട് നിന്നേ നമ്മൾ ചെയ്യാവുള്ളൂ, തെക്ക് വശത്ത് അടുപ്പ് വരാൻ പാടില്ല. അതൊക്കെ നേരത്തെ മുതലൊക്കെ അറിയുന്നു. വീട്ടിലൊക്കെ അമ്മയൊക്കെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ചൂലടുക്കള വെക്കാൻ പാടില്ല എന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. അതൊന്നും എനിക്കും അറിയാവുന്ന കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. കാര്യം നമ്മളെല്ലാം തൂത്തേച്ച് കൊണ്ടുപോയി അടുക്കളയിൽ കൊണ്ടുപോയി, ഇത് ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചൂല് അടുക്കള ഇടാൻ പാടില്ല എന്ന്. നമ്മളെല്ലാം തൂത്തേച്ച് എപ്പോഴും കൊണ്ടുപോയി ചൂല് അടുക്കളയിലാണ് കൊണ്ടിടുന്നത്, അവിടെ തന്നെയാണ് കൊണ്ടുവെക്കുന്നത്. പിന്നെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് കട്ടിലിനടിയിൽ ചൂല് ഇടാമെന്ന് പറയും. ചിലർ പറയുന്നു കട്ടിലിനടി ചൂല് ഇടാൻ പാടില്ലെന്ന്. അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. ചിലർ കട്ടിലിനടി ചൂലിടുന്നതിന് കുഴപ്പമില്ല, ചിലർ പറയുന്നത് കട്ടിലിനടി ചൂലിടാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. അങ്ങനെ നമുക്കിപ്പം മേടിക്കുന്ന ചൂലെന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു വള്ളി വേണം നമുക്ക് തൂക്കിയിടാനായിട്ട്. അപ്പോൾ വെളിയിൽ എവിടെയെങ്കിലും ഒരു ആണി അടിച്ച് വെച്ച് അവിടോട്ടൊന്ന് തൂക്കിയിട്ടാൽ മതി, അത് അവിടെ കിടന്നോളും. അപ്പോൾ അവിടെ നിന്ന് ഇട്ടാൽ മതിയല്ലോ, ഒരു സൈഡിലോട്ട് ഒതുക്കി അങ്ങ് ഇടുക. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ ഈർക്കിൽ ചൂലൊക്കെ ആണെങ്കിലും നമ്മൾ പെരയ്ക്കകത്ത് വെക്കാൻ, ഈർക്കിൽ ചൂലൊക്കെ ഒട്ടുമേ പെരയ്ക്കകത്ത് വെക്കലെന്നാണ് പറയുന്നത്. ഈർക്കിൽ ചൂലൊക്കെ പെരയ്ക്കകത്ത് വെക്കാതിരിക്കുക, എടുത്ത് വെളിയിൽ കളയുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ അടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.